ഈ കുടുംബജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്നോട് കുടുംബത്തെക്കുറിച്ച് പറയാനായിരുന്നു പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത് കേട്ടോ. ഇത് പറഞ്ഞിട്ട് പോകാൻ തോന്നുന്നു. ഏതൊരു വൈവാഹിക ജീവിതത്തിലും ഒരു ദാമ്പത്യ ജീവിതത്തിലും 3 ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ ഹണിമൂൺ പീരീഡാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്ട്രഗിളിങ് പീരീഡാണ്. മൂന്നാമത്തെ ഘട്ടം പിന്നെ ഒഴുക്കാണ്, ഫ്ലോ ആണ്. ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പരസ്പരം ഭയങ്കര സ്നേഹമായിരിക്കും. ഒരാൾ മറ്റേയാളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒരാളുടെ ഉള്ളിലെ നന്മകൾ മാത്രമേ പുറത്ത് കാണുള്ളൂ. ദേഷ്യപ്പെടില്ല, ചൂടാവില്ല, എപ്പോഴും പുറത്തേക്ക് യാത്രകളും സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സമയം ഉണ്ടാവും. അത് കുറച്ച് കാലമൊക്കെ ഉള്ളൂ എങ്കിലും അതല്ല ശരിക്കുള്ള ജീവിതം എന്നറിയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴാണ്. അത് സ്ട്രഗിളിംഗ് ആണ്. ഈ സ്ട്രഗിളിംഗ് ആകുമ്പോഴേക്കാണ് പരസ്പരം ഇങ്ങനെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നത്. ഒരാളുടെ സ്വഭാവത്തെ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല ഇപ്പോൾ പറയുന്നത്. കുറച്ച് ചൂടാകുന്നൊക്കെ ഉണ്ട് ആൾ. ആ ഹണിമൂൺ പീരീഡിലുള്ള ആളല്ല, ആളാകെ മാറുന്നുണ്ട്. പക്ഷേ ഈ ഹണിമൂൺ പീരീഡിൽ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ചില ആളുകൾ. അപ്പോഴാണ് ഈ ഗൾഫൊക്കെ നിർത്തിയിട്ട് ചില ആളുകൾ വരിക. ചില പെൺകുട്ടികൾ പഠനമൊക്കെ നിർത്തും, ഇനി മൂപ്പറന്നെ മതി. ആ ഒരു ഭ്രമത്തിലാണ് പലപ്പോഴും കുടുങ്ങിപ്പോവുക. പക്ഷേ ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമുള്ള ഒന്നാണ്. പിന്നെ സ്ട്രഗിളിംഗ് ആണ്. സ്ട്രഗിളിംഗ് ആകുമ്പോഴാണ് ഈ പരസ്പരം ഉള്ള തിരിച്ചറിവിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഈ സ്ട്രഗിളിംഗ് പീരീഡിലാണ് പല ആളുകളും പിരിയുക, ഡിവോഴ്സ് വരെ നടക്കും. സത്യത്തിൽ അതൊരു സ്ട്രഗിളിംഗ് പീരീഡാണ് എന്നും അത് പരസ്പരം ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നും അത് പരസ്പരം മനസ്സിലായി കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഘട്ടം വരാനുണ്ട് എന്നും ഒരാൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡിവോഴ്സുകൾ പലതും ഇല്ലാതാവുമായിരുന്നു. ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാൾക്ക് പറ്റിയിരുന്നെങ്കിൽ. പല ആളുകൾ ഈ സ്ട്രഗിളിങ്ങോട് കൂടിയാണ് മൂന്നാമത്തെ പീരീഡിലേക്ക് വരിക. സ്ട്രഗിളിങ് തീർന്നിട്ടുണ്ടാവില്ല, ജീവിതം തുടരുകയും ചെയ്യും. അവസാനം വരെ സ്ട്രഗിളിങ് ആയിരിക്കും, വഴക്കായിരിക്കും, കോൺഫ്ലിക്റ്റ് ആയിരിക്കും. വളരെ വളരെ കുറച്ച് അപൂർവ മനുഷ്യന്മാരാണ് ഈ ഹണിമൂൺ പീരീഡോടുകൂടി തന്നെ രണ്ടാമത്തെ പീരീഡിലേക്കും മൂന്നാമത്തെ പീരീഡിലേക്കും ഭയങ്കര രസമായിരിക്കും അവരുടെ ജീവിതം. ആ രസത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറയുക, നിങ്ങൾ ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത് ശരിക്കും എന്താണ്? സൗഹൃദമാണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണെന്നറിയോ? സൗഹൃദം. പ്രണയം എന്നൊക്കെ വെറുതെ പറയാണ്. പ്രണയമൊന്നുമല്ല, സൗഹൃദമാണ്. പ്രണയം എന്ന് പറയുന്നത് കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണ്. സൗഹൃദം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ സ്പേസാണത്. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളുകളെ വിളിച്ച പേരെന്താ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശിഷ്യന്മാരെ അല്ല, എൻ്റെ വിദ്യാർത്ഥികളെ അല്ല, അനുയായികളെ അല്ല, പിന്നെന്താ വിളിച്ചത്? ചെങ്ങായിമാരെ എന്നാണ് വിളിച്ചത്. സഹാബികളെ. സഹാബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഷയിൽ ചെങ്ങായിമാരെ എന്നാണ്. കാരണം ചെങ്ങാത്തമാണ് അത്. കൂടെയുള്ള ആളുകളോട് മാത്രമല്ല, കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ റസൂൽ പുലർത്തിയത്. ഓട്ടമത്സരമൊക്കെ നടത്തിയെന്ന് പറയുന്നു. തമാശകൾ, എല്ലാ രസങ്ങളുണ്ട്. കുളിക്കുന്ന സമയത്ത് ഒരുമിച്ചാണ് ആയിഷ ബീവിയും റസൂലും കുളിക്കുന്ന സമയത്ത്. ഒരു കോപ്പ ഉണ്ടാവും, ആ കോപ്പയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കും. റസൂൽ കൊടുക്കില്ല. എന്നിട്ട് കുറേ സമയം അവർ കാത്തിരുന്ന് പിണങ്ങൊക്കെ ചെയ്യും പല സമയത്തും. എന്ത് രസമാണത്! സൗഹൃദമാണ് അവിടെ വർക്കൗട്ട് ആവണത്. വളരെ കുറച്ച് കാര്യങ്ങൾ ആയിഷ ബീവി പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിഷ ബീവിയാണ് റസൂലിൻ്റെ ഈ രഹസ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാ ഇണകൾക്കും ഭാര്യമാർക്കും അവരവരുടേതായ കാര്യങ്ങൾ റസൂലിനെ കുറിച്ച് പറയാനുണ്ടാവും. റസൂൽ എല്ലാ ബന്ധങ്ങളെയും എടുത്തത് സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാം നിങ്ങൾ? നമുക്ക് ഒരാൾക്ക് സ്പേസ് കൊടുക്കാൻ കഴിയും. ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ആളാണ്. പ്രശ്നമുള്ള കപ്പിൾസിനെ മുമ്പിൽ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം 100 കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഫാമിലി തെറപ്പിയായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിലേറെയും കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരേണ്ടത് എന്നുള്ള പാഠങ്ങളാണ്. കാരണം അതാണ് പരിഹാരമെന്ന് ആ മനുഷ്യന് മനസ്സിലായി. സൗഹൃദം. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റിയാൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് വേറെ എവിടെയും കിട്ടില്ല. അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, കുടുംബജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങളിലാവട്ടെ, ഒക്കെ അങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും എൻ്റെ സുഹൃത്തും ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറയുന്നത്,
അവൻ്റെ പേഴ്സ് മറന്നു അല്ലെങ്കിൽ ഫോണ് മറന്നു എന്നൊക്കെ, ഞാൻ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? വണ്ടി തിരിക്കും അല്ലേ? വണ്ടി തിരിച്ച് എവിടെയാണോ വരേണ്ടത് അവിടെ വന്ന് അവൻ ആ ഫോൺ എടുത്തുകൊണ്ടിരുന്നത് വരെ നമ്മളവിടെ ഇരിക്കും, യാതൊരു പ്രശ്നമില്ല. ഭാര്യയാണെങ്കിലോ ആ യാത്ര തന്നെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? മുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ സുഖകരമായൊരവസ്ഥയിലല്ല ചെന്ന് അവസാനിക്കുക. ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഹോട്ടലിലിരിക്കുക, ഒരാളെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് താഴെ വീണ് പൊട്ടി. ആ ഹോട്ടലിലുള്ള എല്ലാ ആളുകളും നമ്മളെ നോക്കുന്നത്. നമ്മളെങ്ങനെയാണ് ആ സീനിനെടുക്കുക? കോമഡി ആയിട്ട് എടുക്കുക അല്ലേ? ആണ്. പക്ഷെ അതേസമയം ഭാര്യയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് മറിഞ്ഞ് വീണതെങ്കിലോ ചിലപ്പോൾ ആ പെണ്ണ് ചിലപ്പോൾ കരഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടി വരും. ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഉണ്ടാവും അല്ലേ? എന്താ കാരണം? എൻ്റെ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒരു കാര്യം എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ ആയിപ്പോയി. അതിൻ്റെ പേരാണെന്ത്? സൗഹൃദം. സൗഹൃദമാണ് ഏറ്റവും മനോഹരമായ അനുഭവം. കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളെന്നല്ലേ, നല്ല സുഹൃത്തുക്കളായ ആളുകളാണ് പറ്റുമെങ്കിൽ. കാരണം കല്യാണം കഴിഞ്ഞാൽ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗഹൃദത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. സൗഹൃദം. ഗാന്ധിജിയുടെ പരിഹാരം അതായിരുന്നു, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കാൻ അവരെ നല്ല ചങ്ങാതിമാരാക്കി മാറ്റി. അതാണ് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹത്തിൻ്റെ അനന്തരവനുണ്ട് ഫിലിപ്പ് രാജകുമാരൻ, അദ്ദേഹത്തിൻ്റെ കല്യാണമുണ്ട്. എലിസബത്ത് രാജകുമാരിയാണ് വധു. ഗാന്ധിജിയെ വിളിച്ചു കല്യാണ നിശ്ചയത്തിലേക്ക്. ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ചു. ഒരു ടേബിൾ ഷീറ്റായിരുന്നു, അതിൻ്റെ കൂടെ ചെറിയൊരു കത്തുണ്ട്. ഇതെൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ നെയ്തെടുത്തതാണ്, ഇത് കൊടുക്കണം നിങ്ങളുടെ അനന്തരവനും അവൻ്റെ രാജകുമാരിക്കും. എപ്പോഴും സ്നേഹിക്കാൻ പറയാം അവരോട്. മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാം. സ്നേഹത്തോടെ ബാപ്പു, സ്നേഹത്തോടെ ബാപ്പു. മൗണ്ട് ബാറ്റൻ പ്രഭു ഈ സമ്മാനം ഇങ്ങനെ എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുടെ കൂട്ടത്തിൽ വെക്കണം ഇത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാരെ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്ന സമ്മാനമാണ്. ഇന്നുണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ പ്രദർശന വസ്തുക്കളിൽ നിറം മങ്ങി തുടങ്ങിയ മഞ്ഞ ടേബിൾ ഷീറ്റ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കണോ? അതാണെന്ത്? സൗഹൃദം. ഹിറ്റ്ലർക്ക് കത്തെഴുതുമ്പോൾ പോലും ഗാന്ധിജി പറയുന്നുണ്ട്, യുവർ സിൻസിയർ ഫ്രണ്ട്, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്. എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട്, ഞാൻ ആരെയും ശത്രുവായി കാണാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സുഹൃത്ത് എന്ന് വിളിച്ചത്. ശത്രുവായി കാണാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ എന്നാലും നിങ്ങളങ്ങനെ വിളിക്കൂല, നിങ്ങളെൻ്റെ ചങ്ങായിയാണ്. എൻ്റെ ചങ്ങായിയാണ് ഈ ഇരിക്കണത് നൗഷാദ്, അതുകൊണ്ട് അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മനോഹരമാകട്ടെ, നമ്മുടെ ബന്ധങ്ങൾ അഴകുള്ളതാവട്ടെ, പഠിച്ചതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറയണ എന്നോടും കേൾക്കുന്ന നിങ്ങളോടും എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. അതെന്താണെന്നറിയോ? ലോകത്ത് വളരെ വേഗം മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്നറിയോ? ഒരാളുടെ സ്നേഹം കുറയുന്നത്. അതാണ്. ഒരാളുടെ സ്നേഹം ഉണ്ടാവുന്നത് പോലും അത്ര വേഗം മനസ്സിലാവില്ല. പക്ഷെ ഒരാളുടെ സ്നേഹം കുറയുന്നത്, അതിൻ്റെ ആഴങ്ങനെ ഇല്ലാതാവുന്നത് ഒരു സെക്കൻഡ് പോലും വേണ്ട അത് മനസ്സിലാവാൻ. സ്നേഹക്കുറവിൻ്റേതായൊരനുഭവവും ദാരിദ്ര്യവും നമ്മുടെ കൂടെ ഉള്ളൊരു മനുഷ്യനും അനുഭവിക്കാതിരിക്കട്ടെ. ഒരു 4-5 ആളൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ, അവരൊക്കെ ആഹ്ലാദമുള്ളവർ, സന്തോഷമുള്ളവരാവട്ടെ. ഒരു ടീം പോലെയാണ്. ഒരു ടീമിൽ 7 ആൾ കളിക്കുന്നുണ്ടെങ്കിൽ 7 ആളും ഒരേ കളിയല്ലല്ലോ കളിക്കുക. 7 ആളും 7 കളിയാണ് കളിക്കുക. 7 ആളുകൾക്ക് 7 സ്റ്റൈലാണ്, 7 ട്രിക്കാണ്, 7 വേഗതയാണ്. പക്ഷേ 7 ആളുകൾ ഒരുമിച്ച് കളിച്ചാൽ ജയിക്കുന്നത് ആരാണ്? ടീമാണ്. അതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഒരാൾ മറ്റൊരാളെ പോലെ ആക്കാനൊന്നും ശ്രമിക്കേണ്ടതെന്നേ, അയാളുടെ രീതിയിൽ കളി വിജയിപ്പിക്കട്ടെ. ഒരാളെങ്ങനെ ജയിക്കാൻ, ഗോളടിക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഗോളടിച്ചാൽ ജയിക്കുന്നത് അയാളല്ല, എല്ലാവരും കൂടിയാണ്. അതാണ് ടീം. ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞിട്ട്, ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴുണ്ട് അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നു. എന്തോ ഒരു കാരണത്താൽ അവളിങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോഴുള്ളൊരു വെൽക്കമിങ് അല്ല അവിടെ ഉള്ളത്, അത്ര രസമുള്ളൊരു കാഴ്ചയുമല്ല. നമുക്ക് നേരെ ചെന്നിട്ട് ചൂടാവാം, വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണോ എന്നൊക്കെ. സ്വാഭാവികമായിട്ട് അതിന് വലിയ പണിയൊന്നുമില്ല, സ്വാഭാവികമായിട്ടും ചെയ്യാവുന്ന, ഏതൊരു മനുഷ്യനും ചെയ്തു പോകാവുന്ന എളുപ്പമുള്ള കാര്യമാണ്.
പക്ഷേ ഈ ഒരു സ്വബറുള്ള മനുഷ്യനാകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാം, അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ കരയണത്, പക്ഷെ എന്നാലും നീ കരയില്ല, പരിഹാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് എല്ലാവരും കൂടി ചെയ്യാമെന്നേ, നിങ്ങൾ കരയില്ലേ, നീ കരയില്ലേ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ആ കരച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് സൊബർ. സൊബർ എന്ന് പറയുമ്പോൾ ഒരാൾക്കുണ്ടാവുന്നൊരു ആന്തരികമായ അച്ചടക്കമാണത്. അത് ഏറ്റവും പ്രകടമാണ് ശരിക്കും കുടുംബജീവിതത്തിൽ. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അയാളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള, ഓരോ ദിവസവും മാറുന്നുണ്ട് മനുഷ്യർ. അങ്ങനെ മാറുകയും വേണം മനുഷ്യർ, ഇല്ലെങ്കിൽ നമ്മൾ കല്ലാവും. കല്ലിന് മാറ്റങ്ങളൊന്നുമില്ലല്ലോ, കല്ലിന് പോലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പാറയെ മാറ്റുന്നത് ഒരു നീരൊഴുക്കാണ് കേട്ടോ, അല്ലേ? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരൊഴുക്കിനൊരു പാറയെപ്പോലും മാറ്റാൻ കഴിയും. സൗമ്യത എന്ന് പറയുന്നത് അതുകൂടിയാണ്. സൗമ്യമായ ഒരാളുടെ പെരുമാറ്റം കൊണ്ട് അത്ര സൗമ്യനല്ലാത്ത ഒരാൾ മാറും. ദിനോസറുകൾ തീർന്നു പോവുകയും കുഞ്ഞുറുമ്പുകൾ ബാക്കിയാവുകയും ചെയ്ത ലോകമാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് സൗമ്യതയ്ക്കേ പ്രാധാന്യമുള്ളൂ. അഹങ്കാരത്തിനോ ജാടകൾക്കോ ഒന്നും ലോകത്തൊന്നും ബാക്കിയാക്കാൻ കഴിയില്ലെന്നേ. അല്ലെങ്കിൽ ദിനോസറുകളൊക്കെ കൂടെ ബാക്കിയാവില്ലായിരുന്നു. ആ ദിനോസറിൻ്റെ എത്രയോ മടങ്ങ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. ദിനോസറുകളൊക്കെ മരിച്ചു പോവുകയും ചെയ്ത്. അതുകൊണ്ട് സൗമ്യമാകുമ്പോൾ ഒരാളുടെ ബന്ധങ്ങൾക്ക് എന്തൊരു അഴകാണ്. ലോകത്ത് ഒരാൾക്ക് മറ്റൊരാളോട് പറയാവുന്ന ഏറ്റവും മനോഹരമായ വാക്കെന്താണെന്നറിയാം നിങ്ങൾ? എൻ്റെ എന്നുള്ള വാക്കാണ്. ഈ എൻ്റെതാടോ എന്നുള്ളൊരു വാക്ക്. എൻ്റെ 2 അക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷെ ആ വാക്കിന് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന വല്ലാത്തൊരു ഊർജ്ജമുണ്ട്. മുസാ നബിയെക്കുറിച്ച് പറയുമ്പോൾ മുസാ നബിയുടെ ഉമ്മയോട് പറയണില്ലേ എൻ്റെ, പഠിച്ചോൻ അങ്ങനെ പറഞ്ഞു. സൗർ ഗുഹയിലിരിക്കുമ്പോൾ പേടിച്ചു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്തിനാ പേടിക്കുന്നത്? മാ ലന്നക യാ അബൂബക്കർ ബിസ്നൈൻ. 2 ആളെക്കുറിച്ച് എന്താ അഭിപ്രായം? ആ ഗുഹയിലിരുന്നിട്ട് ചോദിക്കുകയാണ്, എന്താ 2 ആളെക്കുറിച്ച് അഭിപ്രായം? വല്ലാഹു സാലിസുഹും, മൂന്നാമനായി പഠിച്ചോണ്ടെന്ന്. ആ പഠിച്ചോനെ പറഞ്ഞത് നിങ്ങൾ എൻ്റെ, നിങ്ങൾ എൻ്റെ, നിങ്ങൾ എൻ്റെ. എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞൊരു വിളിയുണ്ടല്ലോ, റബ്ബി. എന്തൊരു ഉള്ളിലേക്കിറങ്ങുന്ന സ്നേഹത്തോടെ ഒരാൾ വിളിക്കുന്ന പേരാണത്. പക്ഷേ അധിക പ്രാർത്ഥനകളും ബഹുവചനമാണ് കേട്ടോ. ഏകവചനമുള്ള പ്രാർത്ഥനകൾ വളരെ കുറവാണ്. റബ്ബന എന്നാണ് കൂടുതൽ. പ്രാർത്ഥനകളിൽ അധികവും ബഹുവചനങ്ങളാണ്. അവിടെ ഞാനില്ല, ഞങ്ങളേ ഉള്ളൂ. ഒരാളെപ്പോഴാണോ ഞാനിലേക്ക് ചുരുങ്ങുന്നത് അപ്പോൾ അയാളുടെ പ്രാർത്ഥനയുടെ ഇൻറ്റൻസിറ്റി കുറയുക ചെയ്യുക. എനിക്ക് മാത്രം പോരാ, എല്ലാവർക്കും വേണം എന്നൊരാൾ പറയുമ്പോഴാണ്. അപ്പോൾ ഒരാളോട് പറയാവുന്ന ഏറ്റവും നല്ല വാക്ക് ശരിക്കും അതാ, ഈ എൻ്റെതാടോ. എം സുകുമാരൻ എന്ന് പറഞ്ഞൊരു കഥാകൃത്തുണ്ട് മലയാളത്തിൽ, മരിച്ചു. കുറച്ച് കഥകൾ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. 1962 അദ്ദേഹം 19ാമത്തെ വയസ്സിൽ എഴുതിയ കഥയാണ്. മഴത്തുള്ളികൾ എന്നാണ് കഥയുടെ പേര്. ആ കഥയിലുണ്ട്, ക്ഷയരോഗം ബാധിച്ച് കിടക്കുന്നൊരു പെൺകുട്ടിയാണ്. അവളുടെ മനസ്സിലിങ്ങനെ വരുന്ന ചിന്തകളാണ് കഥയായിട്ട് ഇങ്ങനെ മാറുന്നത്. കഥ പോകുന്നത് അവളുടെ മനസ്സിലെ ആ ചിന്തകളിലൂടെയാണ്. അവളുടെ ഏറ്റവും വലിയൊരു ആധി അവളുടെ ഭർത്താവിനെ കുറിച്ചാണ്. കാരണം ഇവളുടെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ആകർഷണം തോന്നുമോ, എന്നോട് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അവളുടെ അനിയത്തിയുണ്ട് അവിടെ വീട്ടിൽ. ആ അനിയത്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള ആകർഷണം ഇയാൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു പേടിയാണ് വരുന്നത്. ആ പേടി വല്ലാതെ മൂർച്ഛിച്ച് അങ്ങനെ തന്നെ ആകുമെന്നൊക്കെ ചിന്തിച്ച് ഒരു രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. എന്നിട്ട് കിണറിൻ്റെ അടുത്ത് ചെന്നിട്ട് കയറ് കയ്യിലെടുത്തിട്ട് അവളൊരു മരക്കൊമ്പിലേക്ക് നടന്നു പോവുകയാണ് മരിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ക്ഷയരോഗമായതുകൊണ്ട് അവൾ അറിയാതെ ചുമച്ചു പോയി. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് അവളുടെ തോളിലിങ്ങനെ പിടിച്ചു. അവളുടെ കയ്യിലുള്ള കയറ് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ രാധേ നീ എന്താ ചെയ്യുന്നതെന്ന്. അവൾ ആരെയാണോ തെറ്റിദ്ധരിച്ചത് ആ മനുഷ്യനായിരുന്നു. അയാളിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ആണുങ്ങൾ കരയുമോ എന്ന്. അപ്പോൾ അയാൾ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ടാളും കരഞ്ഞു. ബനിയനിട്ട ചുമലിലേക്ക് ചാഴ്ന്ന് കിടന്ന് അവളും പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനൊരു രോഗിയല്ലേ ഏട്ടാ, ഞാനൊരു രോഗിയല്ലേ ഏട്ടാ. അപ്പോൾ അയാൾ അവളെ ഒന്നുകൂടി ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട്, അതിനെന്താണ് എൻ്റെ രാധേ, നീ എൻ്റേതല്ലടേ, നീ എൻ്റേതല്ലടേ എന്ന്. ആ ഒറ്റ വാക്കിൻ്റെ തുമ്പിൽ പിടിച്ചിട്ടാണ് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നത്.
ഇതാണ് ആ വാക്ക് എൻ്റെ. ആ ഒറ്റ വാക്കൊക്കെ മതിയാവും മനുഷ്യനിങ്ങനെ ജീവിക്കാൻ. വാക്ക് വിത്താണെന്ന് പറയുന്നുണ്ട് ബൈബിള്. വാക്ക് ശരിക്കും വിത്താണെന്ന്. ഒരാപ്പിളിനകത്ത് എത്ര വിത്തുണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കാൻ കഴിയും അല്ലേ? പക്ഷേ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിളുണ്ടെന്ന് എണ്ണി നോക്കാൻ കഴിയില്ല. അതാണ് വിത്ത് എന്ന് പറയുന്നത്. അതതിൻ്റെ സാധ്യതയാണ്, പൊട്ടൻഷ്യാലിറ്റിയാണ്. ഓരോ വാക്കിനും അങ്ങനെ ഒരു ശക്തിയുണ്ട്. അത് ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ തളിർക്കാൻ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമ്മളൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്കത് ഉപയോഗപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്തൊരു മഴയിൽ, ഉചിതമായൊരു സന്ദർഭത്തിൽ ആ വാക്കിങ്ങനെ തളിർക്കുന്നത് കാണാം. ശരിക്കും വേദവാക്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. എൻ്റെ സമയം കഴിഞ്ഞുപോയി. ഒറ്റ കാര്യം കൂടി പറയാൻ തോന്നുന്നു. അത്